അതായത് നമ്മളുമായിട്ടുള്ള ബന്ധം എങ്ങനെ തെളിച്ചു കൊണ്ടുവരുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബന്ധത്തിൽ തുടരുക എന്നുള്ളതാണ്. തുടർച്ചയിൽ മാത്രമേ ആ ഒരു തെളിച്ചം സംഭവിക്കുകയുള്ളൂ. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് നമ്മളെ എന്തുമാത്രം സ്വാധീനിക്കുന്നുണ്ട്, ആ ഓരോ സാഹചര്യത്തിലൂടെയും നമ്മളെ എങ്ങനെയാണ് കടന്നു പോകുന്നത്, അതെൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതുമായിട്ട് പ്രതികരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും നമ്മൾ മറ്റൊരാളുമായിട്ട് സംസാരിക്കുമ്പോഴും അവരുമായിട്ട് ചേർന്ന് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴൊക്കെ പുറമേ ശ്രദ്ധിക്കാതെ അതുമായിട്ടൊക്കെ ചേരുമ്പം എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എനിക്ക് എത്രത്തോളം അതുമായിട്ട് ചേരാൻ സാധിക്കുന്നുണ്ട്, ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നമ്മളായിട്ടുള്ള ബന്ധത്തിനെ നമുക്ക് കൂടുതൽ സ്ട്രോങ് ആക്കാൻ, അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റുന്നത് അങ്ങനെയാണ്. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിവ് മെച്ചപ്പെടുന്നത്. നമ്മൾ എന്നെ ശ്രദ്ധിക്കുമ്പം എൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് വളർച്ച ഉണ്ടാവുന്നത്. നമ്മൾ ഭൗതിക ലോകത്ത് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, വേറെ പല കാര്യങ്ങളും നമ്മളുടെ ആവശ്യങ്ങൾ പലതുണ്ട്. അത് നിറവേറ്റാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ വൃത്തിയായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യണമെങ്കിൽ അത് എനിക്ക് അനുകൂലമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, ഈവൻ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അത് നമുക്ക് ഒരിക്കലും ഒരു രോഗം സൃഷ്ടിക്കുന്ന രീതിയിലാവരുത്. എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാവണം ഞാൻ ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പോൾ ഏത് ഭക്ഷണം കഴിക്കണമെന്നും അതെങ്ങനെ കഴിക്കണമെന്നും അതെങ്ങനെ എന്നെ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നൊക്കെ നമ്മൾ അറിയണം. അതിന് ഞാൻ എന്നെ ശ്രദ്ധിക്കണം. അത് എല്ലാ കാര്യങ്ങളും ഞാൻ പലതും കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങളാണ്. ഇതൊക്കെ എങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയണം. അതിനൊക്കെ ആ ഒരു തുടർച്ചയിൽ നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ടും തെളിച്ചത്തോടെയും അറിയാൻ സാധിക്കും. അപ്പോൾ തുടർച്ച നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മളുടെ വിവേകം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം.